ഫോർട്ട് കൊച്ചി പാർട്ട് 2 ബർഗർ സ്ട്രീറ്റിലേക്ക് സ്വാഗതം. വെൽക്കം ടു മൈ ചാനൽ ട്രാവൽ ആൻഡ് ടെക്സ്റ്റൈൽസ് ബൈ മൃദു. അങ്ങനെ ഞങ്ങൾ പ്രിൻസസ് സ്ട്രീറ്റിലെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വിൻഡോ ഷോപ്പിങ്ങും പർച്ചേസും എല്ലാം കഴിഞ്ഞ് നേരെ വന്നത് ബർഗർ സ്ട്രീറ്റിലേക്കാണ്. ഇവിടുത്തെ പെയിൻറ്റിങ്സ് കണ്ട് ഈ വാളിൽ ഫുള്ള് ഇങ്ങേയറ്റം തൊട്ട് അങ്ങേയറ്റം വരെ ഫുൾ പെയിൻറ്റിങ് അടിച്ചിരിക്കുക. കൂടാതെ ഇവിടെയുള്ള ഷോപ്സിൽ കാണുന്ന ഈ സ്കാർഫ്സും റഗ്സും കാർപ്പറ്റ്സും പിന്നെ പറയണ്ട എല്ലാം ഭംഗിയുള്ളത്, ഒന്നിനൊന്ന് മെച്ചം എന്ന് തന്നെ പറഞ്ഞാൽ മതി. അത്രയും ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെയുള്ള ഈ ഒരു പൂച്ചക്കുട്ടീനെ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് വിചാരിച്ചത് അവിടെ വെച്ചിരിക്കുന്ന ഒരു സ്റ്റാച്ചു ആണെന്നാണ്. പോയി തൊട്ട് നോക്കാൻ പോയപ്പോഴാണ് അത് വേഗം അനങ്ങുന്നത് കണ്ടത് കേട്ടോ. അപ്പോൾ ആ ഷോപ്പ് ഓണർ പറഞ്ഞു അവിടെ സ്ഥിരമായിട്ട് വന്ന് ഫുഡ് കഴിക്കുന്ന പൂച്ചക്കുട്ടിയാണെന്ന്. ഈ ഡ്രസ്സസൊക്കെ കണ്ടോ, യുണീക്കായിട്ടില്ലേ? എല്ലാം എന്തൊരു ഭംഗിയാണ്. കഫ്താൻസ് ആയാലും എല്ലാം ഭയങ്കര കളർഫുള്ളായിട്ടുണ്ട്. സ്റ്റുഡിയോ സ്റ്റൈലിലാണ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ബിൽഡിങ്സിൻ്റെയൊക്കെ കളറും ഇതെല്ലാം ഭയങ്കര പുരാതനമായിട്ടുള്ള ബിൽഡിങ്സാണ് കേട്ടോ ഇതെല്ലാം. ഇതൊക്കെ ഫോർട്ട് കൊച്ചി എന്നൊക്കെ പറയുന്നത് ഫുൾ ഫോറിനേഴ്സിൻ്റെ ടൂറിസ്റ്റ് പ്ലേസാണ് ആക്ച്വലി. ഇവിടെ കുറേ ഫോറിനേഴ്സൊക്കെ ഉണ്ട്. ഇതെല്ലാം പണ്ടത്തെ ആൻറ്റിക് ബിൽഡിങ്സാണ്. അതെല്ലാം ഒന്ന് മോഡിഫൈ ചെയ്തെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു പണ്ടത്തെ ആ തനതായ സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. ഇവിടെയുള്ള കാർപ്പറ്റ്സാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അവിടെ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് വന്നു. ഈ കാണുന്നത് ഫുഡ് സ്ട്രീറ്റാണ്. എന്നാൽ ഇവിടുന്ന് എന്തെങ്കിലും ലൈവായിട്ട് ഫിഷെല്ലാം അവർ പൊരിച്ചും കറി വെച്ചും ഒക്കെ കൊടുക്കുന്നുണ്ടെന്ന് കേട്ടു. എന്നാൽ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ സന്ധ്യാനേരം ആവാൻ തുടങ്ങിയപ്പോഴത്തേക്കും വിനി ചേച്ചിക്ക് കുറച്ച് സ്റ്റോൺസ് വാങ്ങണമെന്ന് പറഞ്ഞു. കല്ലല്ല കേട്ടോ, നമ്മുടെ ബർത്ത് സ്റ്റാറെല്ലാം ബർത്ത് സോഡിയക് സൈൻ അനുസരിച്ചിട്ടൊക്കെ നമ്മൾ സ്റ്റോൺസ് വാങ്ങില്ലേ, അങ്ങനത്തെ സ്റ്റോൺസ് വാങ്ങണം. അതിന് വിനി ചേച്ചി കൂടെ ഉള്ളത് കൊണ്ട് വിനി ചേച്ചിക്ക് കുറച്ച് അതിനെക്കുറിച്ച് ആധികാരികമായിട്ടൊന്നും അറിയില്ലെങ്കിലും അത്യാവശ്യം കുറച്ച് നോളേജ് ഉണ്ട്. അത്യാവശ്യമൊന്നുമല്ല കേട്ടോ, ഒരു ലെവൽ മേലെയാണ്. അത് ഞാൻ വീഡിയോ വേറെ വരുന്നുണ്ട്. ഇവിടെയാണ് ഞങ്ങൾ സ്റ്റോൺസ് തേടി എത്തിയത്. വിനി ചേച്ചി ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അതിന് മുമ്പ്. അവിടെ സ്റ്റോൺസ് എല്ലാം കണ്ട് കൺഫ്യൂഷനായിട്ട് വിനി ചേച്ചിനെ കൂട്ടി വരാമെന്ന് വിചാരിച്ചു. വിനി ചേച്ചി ആകുമ്പോൾ നന്നായിട്ട് ചൂസ് ചെയ്ത് പറഞ്ഞു കൊടുക്കാനറിയാം. പക്ഷേ അത് കൂടാണ്ട് അവിടെ നല്ല നല്ല ടോപ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനത്തെ ചിക്കൻ കറി വർക്കൊക്കെ ഉള്ള നല്ല നല്ല ടോപ്സൊക്കെ. ഇതെല്ലാം 750 ആ റേഞ്ചിലൊക്കെ ആയിരുന്നു. ഇവിടെയും ഉണ്ട് ഇങ്ങനെ വൈറ്റ് ടോപ്സൊക്കെ ഇഷ്ടം പോലെ വെറൈറ്റീസിൽ. എല്ലാം വൈറ്റ് ആണെങ്കിലും ഡിസൈൻസ് ഡിഫറെൻറ്റ് ഡിസൈൻസ് വിത്ത് എംബ്രോയ്ഡറി, കളർഫുള്ളായിട്ടുള്ള ഇങ്ങനെ ആപ്ലിക് വർക്കുള്ള ഷർട്ട്സൊക്കെ ഉണ്ടായിരുന്നു. കാർപ്പറ്റ്സ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം ഇവർ ആക്ച്വലി കാശ്മീരീസായിരുന്നു. ഞങ്ങളവിടെ അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ പുറത്ത് നല്ല മഴ. ഇത് കണ്ടോ, ഈ ആൻറ്റിക് ഷോപ്സൊക്കെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയാമോ? കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കറണ്ടും പോയി. ആ സ്ട്രീറ്റ് ആകെ ഡള്ളായി. ഫോട്ടോ വെച്ച് വിശേഷം ഇരുട്ടിലായിപ്പോയി. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.